ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണാർത്ഥം എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ റാമ്പിൽ ചുവടുവെച്ച് മന്ത്രി പി രാജീവ്. സ്വന്തം മണ്ഡലമായ കളമശ്ശേരിയിലെ കരുമാലൂരിൽ നെയ്തെടുക്കുന്ന കരുമാലൂർ ബ്രാൻഡ് സാരിയുടെയും അഭിഭാഷകരുടെ ഖാദി കോട്ടിന്റെയും അവതരണ വേദിയിലാണ് മന്ത്രി റാമ്പിലെത്തിയത്. തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക കൂടി ചേർത്താണ് കരുമാലൂരിൽ പുതിയ ഖാദി ഉൽപാദന കേന്ദ്രം തുടങ്ങിയത്. കരുമാലൂർ ബ്രാൻഡിൽ സാരി പുറത്തിറക്കുമെന്ന് നേരത്തെ രാജീവ് വാഗ്ദാനം ചെയ്തിരുന്നു. സെയിന്റ് തെരേസസ് കോളേജിൽ ചേർന്ന ചടങ്ങിൽ സാരിയും അഭിഭാഷകർക്കായി ഖാദിയിലുള്ള കോട്ടും പുറത്തിറക്കി. സ്റ്റേറ്റ് അറ്റോർണി അഡ്വക്കേറ്റ് എൻ മനോജ് കുമാറിന് കൈമാറിയ കോട്ട് തിരിച്ചും മറിച്ചും നോക്കിയ മന്ത്രി എന്തായാലും അതൊന്ന് ഇട്ടുനോക്കാൻ തീരുമാനിച്ചു. പിന്നാലെ മോഡലുകളുടെ ശൈലിയിൽ ക്യാമറകൾക്ക് ഒരു ലുക്ക്. ഫാഷൻ ടെക്നോളജി വിദ്യാർത്ഥികളുടെ ഖാദി വസ്ത്രങ്ങൾ ധരിച്ചുള്ള മോഡലിംഗിനിടെയാണ് മന്ത്രിയെ റാമ്പിൽ ചുവടുവയ്ക്കാൻ കുട്ടികൾ ക്ഷണിച്ചത്. മടി കൂടാതെ വേദിയിലെത്തി ഒരു റാംബാക്ക്. ഇതാദ്യമല്ല റാമ്പിൽ, ഖാദിക്ക് വേണ്ടി ആദ്യം. ശരിക്കും എക്സൈറ്റഡ് ആയെന്ന് മന്ത്രിയുടെ പ്രതികരണം. ഇത് മൂന്നാമത്തെ വാക്കിംഗ് ആണ്. ആദ്യം നമ്മുടെ ചേന്നമംഗലം കൈത്തറിക്ക് വേണ്ടി ലുലുവിൽ റാമ്പിൽ ഒന്ന് കയറിയിരുന്നു. കൈത്തറി ദിനത്തിൽ തിരുവനന്തപുരത്ത് റാമ്പിൽ കയറി. ഇപ്പോൾ ഖാദി പഴയ ഖാദിയല്ല എന്ന അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു മോട്ടോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇതിൽ എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് ഖാദിയെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു സന്ദർഭമാണല്ലോ. കൈത്തറി ഖാദി അതെല്ലാവരിലേക്കും എത്തിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് മൊമെന്റ്. പുതുതലമുറ ഖാദിയിൽ ആകൃഷ്ടരാണെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. ഖാദി മുണ്ടും ഷർട്ടും കുർത്തയും പൈജാമയും ഒക്കെ അലക്കി തേച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഖാദി ഷോപ്പുകളോട് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഉൽപ്പന്നങ്ങളുമായി വിപണി പിടിക്കാനുള്ള ഖാദി ബോർഡിന്റെ ശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാണ് മന്ത്രിയും ജയരാജനുമൊക്കെ വനിതാ കോളേജിൽ നിന്ന് മടങ്ങിയത്. അതേസമയം കുർബാനയർപ്പണമേളയിൽ ധരിക്കുന്ന പാവനമായ വസ്ത്രങ്ങൾ ഖാദിയിലുള്ളതാക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ചടങ്ങിൽ ഏതാനും വൈദികർ സമ്മതം അറിയിച്ചതിൽ ആഹ്ലാദം പങ്കിട്ടാണ് പി ജയരാജനും വേദി വിട്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തത്സമയം പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള കാര്യം, ഖാദിയിലേക്കുള്ള തിരിച്ചുപോക്ക്. പലപ്പോഴും പലരും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഖാദിയെ ഒഴിവാക്കാറ്. ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് പലപ്പോഴും ഭംഗിയായി സൂക്ഷിക്കാൻ ബുദ്ധിമുട്ട്, ചുളിവുകൾ എളുപ്പത്തിൽ വീഴുന്നു തുടങ്ങി പല കാരണങ്ങളും പറയാറുണ്ട്. പക്ഷേ ഖാദിയുടെ തിരിച്ചുവരവ് അത് പുളിയായിരിക്കും അല്ലേ? ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വലിയ വിപുലമായ പ്രചാരണ പരിപാടികളാണ് സർക്കാരും വ്യവസായ വകുപ്പും ഒക്കെ നടത്തുന്നത്. വ്യവസായ മന്ത്രിയുടെ തന്നെ മണ്ഡലമായ കളമശ്ശേരിയിലാണ് കരുമാലൂർ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആലുവയിൽ നിന്ന് പറവൂരിലേക്ക് പോകുന്ന ഭാഗത്താണിത്. കരുമാലൂരിൽ ഒരു ഖാദി നെയ്ത്ത് കേന്ദ്രം സ്ഥാപിക്കുമെന്ന് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പി രാജീവ് വാഗ്ദാനം ചെയ്തിരുന്നു. കരുമാലൂർ എന്നുള്ള ബ്രാൻഡിൽ ഖാദി സാരികൾ പുറത്തിറക്കുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഈ വാഗ്ദാനം സഫലീകരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഉൾപ്പെടെ ചെലവഴിച്ചാണ് ഖാദി കേന്ദ്രം നവീകരിച്ച് കരുമാലൂർ ബ്രാൻഡിൽ സാരി പുറത്തിറക്കിയത്. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ നടന്ന ചടങ്ങിലാണ് ഈ സാരി പുറത്തിറക്കിയത്. ഇത് കൂടാതെ അഭിഭാഷകർക്കായി അവർ അണിയുന്ന കോട്ടും ഖാദിയിൽ ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തിറക്കുന്ന ചടങ്ങും ഇന്ന് നടക്കുകയുണ്ടായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ചടങ്ങിനെത്തിയപ്പോൾ ആദ്യം ഈ അഭിഭാഷകർക്കായുള്ള കോട്ട് സ്റ്റേറ്റ് അറ്റോർണി അഡ്വക്കേറ്റ് എൻ മനോജ് കുമാറിന്റെ മന്ത്രി കൈമാറി. അദ്ദേഹം അത് ഇട്ടു നോക്കി. അത് കഴിഞ്ഞപ്പോൾ മന്ത്രി അത് വാങ്ങി തിരിച്ചും മറിച്ച് നോക്കി. മന്ത്രിയുടെ റാമ്പ് വാക്ക് അത് നന്നായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല റാമ്പിൽ എത്തുന്നത് എന്ന് മന്ത്രി പറയുകയും ചെയ്തു. അങ്ങനെ ഖാദിക്ക് വേണ്ടി വലിയ പ്രചാരണ പരിപാടികളാണ് സർക്കാർ നടത്തുന്നത്. അതിന് ഫലവും ഉണ്ടാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഫാഷൻ ലോകത്തേക്ക് പുതിയ പലതും കൊണ്ടുവരാൻ ഖാദിക്ക് കഴിയട്ടെ. പ്രദീപ് ജോസഫിന് നല്ല ദിവസമായിരിക്കട്ടെ.